അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നു. അലക്സ്, അഭിനന്ദനങ്ങൾ അലക്സ്. കാരണം അലക്സ് നടത്തിയ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ, മലയാളി സമാജം പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ കണ്ടെത്താൻ 24-ന് കഴിഞ്ഞിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ അലക്സ്. കാരണം ആ ഒരു നിർണായകമായ നീക്കമാണ് ഈ തീവണ്ടിയിൽ പരിശോധന നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘത്തിന്റെ കയ്യിൽ അകപ്പെടുമായിരുന്നു ഈ കുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ കൂടി അഭിനന്ദനം അലക്സ് റാം മുഹമ്മദ്. എന്തൊക്കെ പുതിയ വിവരങ്ങൾ തരാനുണ്ട്? ഗോപി, അങ്ങേയറ്റം ചാരിതാർത്ഥ്യം, അങ്ങേയറ്റം സന്തോഷം. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹരിദാസ് ചേട്ടൻ്റെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കുട്ടി മറ്റേതോ സംഘത്തിൻ്റെ കൂടി പിടിയിലായിരുന്നു ആ സമയത്തെന്നുള്ളതാണ്. ഗോപി നോക്കൂ, നമ്മൾ ഈ കുട്ടി ചെന്നൈയിലുണ്ട് എന്നുള്ള വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ നിന്ന് മറ്റ് ട്രെയിനുകളിലേക്ക്, അത് ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിന്, അതല്ലെങ്കിൽ മറ്റു ട്രെയിനുകൾ ഏതൊക്കെയെന്നുള്ളൊരു പരിശോധന നമ്മൾ നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഈ താമ്പരം എക്സ്പ്രസിനെ സംബന്ധിച്ചൊരു വിവരം ലഭിക്കുന്നത്. ട്രെയിൻ നമ്പരും കുട്ടിയുടെ ഈ ഫോട്ടോയും അടക്കം ഞാൻ ഹരിദാസ് ചേട്ടന് ഏതാണ്ട് 7:45 ഞാൻ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അയച്ചു കൊടുത്ത് ഞാൻ ഹരിദാസ് ചേട്ടനെ വിളിച്ച്, ഞാൻ ഈ മലയാള സമാജത്തിലെ ഹരിദാസ് ചേട്ടനെ വിളിച്ച് ഞാൻ ഈ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കുട്ടി ആ താമ്പരം എക്സ്പ്രസ്സിലുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട്. ട്രെയിൻ നമ്പർ 22848 അതാണ് ട്രെയിൻ നമ്പർ. താമ്പരം എക്സ്പ്രസ് ആണ്. ആ കുട്ടി ഒരുപക്ഷെ വിശാഖപട്ടണത്ത് ആ ട്രെയിൻ എത്താറാകുന്നു. 9:30-ക്ക് ശേഷം അതവിടെ എത്തിയേക്കുമെന്നുള്ളതാണ് സൂചന. നിങ്ങളൊന്ന് പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അത് ഈ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൽ വേണം അത് പരിശോധന നടത്താൻ. ഓർഡിനറി കമ്പാർട്ട്മെൻറ്റിൽ വേണം പരിശോധന നടത്താനെന്ന് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. കാരണം കുട്ടി അവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഗുവാഹട്ടിയിൽ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ നമ്പർ 12507 അരുണോയ് എക്സ്പ്രസ് കൂടി ഒന്ന് പരിശോധിക്കണമെന്ന് അതിന് പിന്നാലെ ഞാൻ 8:45 1 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും അവരെ അറിയിച്ചു. ഈ 2 ട്രെയിൻ അവരെന്നോട് പറഞ്ഞത് എന്താണെങ്കിലും 2 ട്രെയിനും ഏറെക്കുറെ ഒരേ സമയത്താണ് വിശാഖപട്ടണത്ത് കടന്നു പോകുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ഷാജി എന്ന് പറയുന്ന ആ മലയാളിയായ ആ മനുഷ്യനെ വിളിച്ച് ഈ വിവരങ്ങൾ അതേസമയം കൈമാറിയിരുന്നു. വിജയവാഡയിലുള്ള ചില മലയാളികളെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും 24-നൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ നിന്ന് കേരള പോലീസിൻ്റെ സംഘം RPF-കാർ, അതായത് വിശാഖപട്ടണത്തെ RPF-കാർ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ബന്ധപ്പെട്ടിട്ടില്ല. അതിനാൽ നമുക്കിറങ്ങി പരിശോധന നടത്തുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ശ്രമിക്കും എന്ന അവരുടെ ഉറച്ച തീരുമാനം, നമ്മളുടെ ഒരു വാക്കിൻ്റെ പുറത്ത് അവർ അവിടേക്കെത്തി ഈ പരിശോധന നടത്തുകയായിരുന്നു. ഗോപി, അത്യന്തം സന്തോഷകരമായ കാര്യമാണ്. അല്പം മുമ്പ് ഹരിദാസ് ചേട്ടൻ ഈ ദൃശ്യങ്ങൾ അയച്ചു തരുമ്പോൾ നമ്മൾ അത്യന്തം സന്തോഷപ്പെടുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഈ കുട്ടി ചില സ്ത്രീകളുടെ പക്കലായിരുന്നു, അവർ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അതിനർത്ഥം ഈ 13 വയസ്സുള്ള കുഞ്ഞിനെ അവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നുള്ള ഒരു ശ്രമം പോലും ആ സംഘത്തിലുണ്ടായിരുന്നവർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, അലക്സ്, അഭിമാനമുണ്ട്. അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാരിതാർത്ഥ്യവും ഉണ്ട്. കാരണം കേരളം ഒന്നടങ്കം തിരഞ്ഞിരുന്ന ആ 13 വയസ്സുകാരി നിഷ്കളങ്കയായ തസ്മിത് തസീമിനെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊരു ക്രെഡിറ്റ് എടുക്കലായി പ്രേക്ഷകർ കാണേണ്ടതില്ല. കാരണം എല്ലാവരെയും ഒപ്പം തന്നെ ഞങ്ങളും സജീവമായി ഈ തിരച്ചിലിൻ്റെ ഭാഗമായിരുന്നു. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം 24 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് ഇപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ പെൺകുട്ടി നീങ്ങുകയായിരുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മലയാളി സമാജം പ്രവർത്തകർ. അഭിനന്ദനം അർഹിക്കുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ്. അലക്സ് നടത്തിയ ഏറ്റവും സമയോചിതമായ നീക്കമാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സഹായകരമായിരിക്കുന്നത്. അലക്സിന്റെ അഭ്യർത്ഥന മാനിച്ച് മലയാളി സമാജം പ്രവർത്തകർ കൃത്യതയോടുകൂടി വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറി നടത്തിയ പരിശോധനയിലാണ് ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ കമിഴ്ന്ന് കിടന്ന് കരഞ്ഞിരുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉത്തരവാദിത്വത്തോടുകൂടി ആ പെൺകുട്ടിയെ RPF-ന്റെ കൈകളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. കേരളം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആശങ്കയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ആ ശുഭവാർത്ത ഒടുവിൽ വന്നിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് തിരികെ അച്ഛനമ്മമാരെ കാണാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു. അപകടമൊന്നും ഇല്ലാതെ ആ പെൺകുട്ടി സുരക്ഷിതയായി ഇപ്പോൾ RPF-ന്റെ കൈകളിലേക്ക് എത്തുന്നു. അതിന് കാരണക്കാരാകാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം 24 പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന 24 പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവിടെ പരിശോധനകൾ നടത്തി ആ കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടൻ വിവരം നൽകാനുള്ള നമ്പർ ഞങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഏതായാലും മലയാളി സമാജം പ്രവർത്തകരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ ആ പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണക്കാരനായ ഞങ്ങളുടെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനും 24-ന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ.